ഈ റബ്ബർ തോട്ടം നമ്മൾ ചെറുപ്പത്തിലെ വിറകൊക്കെ പെറുക്കാൻ വരുന്ന തോട്ടാട്ടത്. കാറ്റടിക്കുന്ന സമയത്ത് ഒരു വൈകുന്നേരമൊക്കെ ഒരു കാറ്റും കൊണ്ട് അടിക്കും, ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ. ആ കാറ്റടിച്ച് അതൊരു 10-15-20 മിനിറ്റൊക്കെ നീണ്ടു നിൽക്കുന്ന കാറ്റായിരിക്കും. പിന്നെ എലിക്കാട്ടുകാർ മൊത്തം തീനുള്ളൊക്കെ പാഞ്ഞൊരു കയറ്റ വിറക് പെറുക്കാൻ. ഒരുപാട് മരം വീണി ഉണ്ടാവും, പിന്നെ വിറക് വീണി ഉണ്ടാവും. മരമൊന്നും നമ്മൾ തൊടൂല, പക്ഷേ ചെറിയ ചെറിയ കൊള്ളികളൊക്കെ വെട്ടിയെടുക്കും. അങ്ങനെ നമുക്ക് വളരെ നൊസ്റ്റാൾജിയ നമ്മളെ കുട്ടിക്കാലുമായിട്ട് വളരെ ബന്ധപ്പെട്ടൊരു ഇതാണ്. അതുപോലെ തന്നെ ഒഴിവുള്ള സമയങ്ങളിൽ ഞങ്ങൾ ചെറിയ ലോറി ഉണ്ടാക്കിയിട്ട് ഇതിനിങ്ങനെ ചെറിയ നടപ്പാതകളുണ്ട് മലിൻ്റെ മുകളിലൊക്കെ. ഞങ്ങൾ കുറേ കൂട്ടുകാരിങ്ങനെ വണ്ടി ഉണ്ടാക്കിയിട്ട് ലോറിയൊക്കെ ഓട്ടി ചെറിയ കളിപ്പാട്ടൊക്കെ ഓട്ടി ഇങ്ങനെ അതിൻ്റെ മുകളിലൊക്കെ പോയി വൈകുന്നേരം. അതുപോലെ തന്നെ നോമ്പിൻ്റെ സമയത്ത് ഇതിന് മുകളിലൊരു ചക്ക ഉണ്ട്. ചക്കൊക്കെ വെറുതെ കൊഞ്ഞ് തീർന്നു പോകും. അപ്പോൾ അവിടെ ഒരു പാറപ്പുറത്ത്, ഇതിൻ്റെ ഓണർക്ക് അത് പ്രശ്നമൊന്നുമില്ല എടുക്കുന്നതിന്, നമ്മളാൾക്കാരാണ് അത് നോക്കുന്നതും കാര്യങ്ങളൊക്കെ, നമ്മളൊരു കുടുംബക്കാരനാണ്. അപ്പോൾ ആ പാറപ്പുറത്ത് നിന്ന് ചക്ക കഴിച്ച് അങ്ങനെയൊക്കെയുള്ള വല്ലാത്തൊരു ലൈഫാണ്. ഇതിൻ്റെ മുകളൊക്കെ അങ്ങനെ നീണ്ട് കിടക്കുക, വെള്ളിയാട് ഭാഗത്തേക്ക് നീണ്ട് കിടക്കുക. അതിൻ്റെ മറ്റൊരു ഭാഗം വെള്ളിയാടാണ്. ഈ മല ആണ് ഞങ്ങളെ എലിക്കാട് എന്ന് പറഞ്ഞ ഭാഗത്തിനെ തടഞ്ഞു നിർത്തുന്നത്. ഒരുപാട് വയനാട് ഭാഗത്തു നിന്നുള്ള മാരകമായ കാറ്റ്, കാലാവസ്ഥ വ്യതിയാനങ്ങൾ, അതൊക്കെ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഞങ്ങൾ എലിക്കാടിനെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു മലയും കൂടിയാണ് ഈ മല.